പഴയ മങ്ങലോ പിഴവുകളോ ബ്ലാസ്റ്റേഴ്സിനിന്നില്ല. എവിടെ എന്ത് ചെയ്യണമെന്ന് ആസ്ലി വെസ്റ്റ്വുഡ് തന്റെ കുട്ടികൾക്ക് കൃത്യമായി ഓതിക്കൊടുക്കുന്നുണ്ട്. അതുതന്നെയാണ് ഒഡീഷയ്ക്കെതിരെയും നമ്മൾ കണ്ടത്. ഒരു വെപ്രാളവുമില്ലാതെ തുടക്കത്തിലെ ഒഡീഷയെ സമ്മർദ്ദത്തിലാക്കി കൊമ്പന്മാർ കളിമെനയുന്നുണ്ട്. സെക്കൻഡുകൾ പിന്നിട്ടപ്പോഴേക്കും കെവിൻ യോക്കിലെ പ്രതിഭയെ വീഴ്ത്താൻ ഒഡീഷ പണി തുടങ്ങി. പക്ഷേ കാര്യമുണ്ടായില്ല. 95 മിനിറ്റും അയാൾ കളം നിറഞ്ഞാടി. മത്സരത്തിലെ 12-ാം മിനിറ്റ് ഇടതുപാർശ്വത്തിലൂടെ കെവിൻ യോക്ക് പ്രതിരോധ താരത്തെ വെട്ടിയൊഴിഞ്ഞു മാറി കുതിക്കുകയാണ്. ആ കുതിപ്പ് ഗോളിൽ ചെന്ന് അവസാനിക്കുമെന്ന് കരുതാത്ത ആരാധകർ ഉണ്ടാകില്ല. അത്രമേൽ അവർ ആശിച്ചു പോയതാണ് അയാളുടെ ആ ഗോളിന്. ആ കർത്തവ്യം നിർവഹിക്കണമെന്ന് അയാളും ചിന്തിച്ചു കാണണം. അല്ലെങ്കിൽ പിന്നെ ഒരു ഷോട്ട് തീർക്കാൻ കെവിൻ തയ്യാറാകുമായിരുന്നു. എന്നാൽ അവിടെ പ്രതിരോധം തീർത്തത് ഒഡീഷയ്ക്ക് തിരിച്ചടിയായി. 12 മിനിറ്റിൽ തന്നെ കൊമ്പന്മാർ വലകുലുക്കി. റിഫ്ലക്ഷനിൽ നിന്ന് വന്നപ്പോൾ കൃത്യമായ സ്ട്രൈക്കിലൂടെ വിക്ടർ ബർത്തോമ്യു വലകുലുക്കി. പകരക്കാരനായി മാറ്റിയാസ് ഹെർണാണ്ടസ് എത്തുകയാണ്. കാൽപന്താണ്, എന്തും സംഭവിക്കാം. ഒന്നല്ലെങ്കിൽ ഒഡീഷ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ്, അത്രമാത്രമേ ഒരു കാൽപന്ത് ആരാധകന് വിധിക്കാൻ സാധിക്കുകയുള്ളൂ. മത്സരം അവസാനിക്കാൻ 1 മിനിറ്റ് മാത്രം ബാക്കി. കെവിൻ യോക്കിന്റെ നീക്കം കോർണറായി പരിണമിക്കുന്നു. കിക്കെടുക്കാൻ എബിൻദാസ് സജ്ജനാണ്. അവസാന അവസരമെന്ന ബോധത്താൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഒഡീഷയുടെ ബോക്സിൽ വിധിയെ കാത്തിരിക്കുകയാണ്. എബിൻദാസിന്റെ കോർണർ എത്തുന്നു. യാതൊരു അവസരവും നൽകാതെ ഗോൾ ലൈൻ ഭേദിച്ച് മാറ്റിയാസ് ഹെർണാണ്ടസിന്റെ ഹെഡർ സെറ്റ് പീസിൽ തങ്ങൾ അപകടകാരികളാണെന്ന് വീണ്ടൊരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സ് വിളിച്ചോതുകയാണ്. ലീഗിലെ ആദ്യ ഗോളാണ് മാറ്റിയാസ് ഹെർണാണ്ടസ് ഒഡീഷയ്ക്കെതിരെ സ്വന്തമാക്കിയത്. ഫാൻ ഗ്രൂപ്പുകൾ ബഹിഷ്കരിച്ച സാഹചര്യത്തിലും തങ്ങളിൽ വിശ്വാസമർപ്പിച്ചെത്തിയ ആയിരക്കണക്കിന് ആരാധകരെ മഞ്ഞപ്പട നിരാശരാക്കിയില്ല. അങ്കത്തട്ടിയിട്ട് ഒഡീഷയെ കൊട്ടിയതോടെ ആസ്ലി വെസ്റ്റ്വുഡിന്റെ അക്കൗണ്ടിലെ 3ാമത്തെ വിജയമാണ് ഇന്ന് പിറന്നിരിക്കുന്നത്. 11 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 2 സമനിലയും 6 തോൽവിയുമടക്കം റെലഗ്രേഷന്റെ ഭീതിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് കൊമ്പന്മാർ കുതിക്കുകയാണ്. ആസ്ലി വെസ്റ്റ്വുഡ് എന്ന മനുഷ്യനെ വാഴ്ത്താതിരിക്കാൻ സാധിക്കില്ല. ബെനാരിഫിനെയും ഫ്രഞ്ചുവിനെയും മാറ്റി നിർത്തിയാൽ കാറ്റാലയുടെ കീഴിലുണ്ടായിരുന്ന അതേ ടീം ലൈൻ തന്നെയാണ് ആസ്ലി വെസ്റ്റ്വുഡിന് തന്ത്രം മെനയാൻ ലഭിച്ചത്. പക്ഷേ കാറ്റാലക്ക് തൻ്റെ അക്കൗണ്ടിൽ ചേർക്കാൻ കഴിയാതെ പോയ ആ റിസൾട്ട് ആസ്ലി വെസ്റ്റ്വുഡ് എങ്ങനെയാണ് നേടിക്കൊടുക്കുന്നത്? ടീമിന്റെ പിഴവുകൾ കൃത്യമായി അയാൾ മനസ്സിലാക്കി. ഫിനിഷിങ്ങിലെ പാളിച്ചകൾക്ക് യുക്തിയുക്തമായ തന്ത്രങ്ങൾ കൊണ്ടുവന്നു. കളിക്കളത്തിൽ നഷ്ടപ്പെട്ട നൂൽപാലം അയാൾ തുന്നിക്കെട്ടി. തന്ത്രങ്ങൾക്ക് മേൽ മറുതന്ത്രം എങ്ങനെ ചാർത്തണമെന്ന് അയാൾ കൃത്യമായി തൻ്റെ പടയാളികളെ പറഞ്ഞു പഠിപ്പിച്ചു. അത് കളിക്കളത്തിൽ പ്രകടമാക്കാൻ അവരും മറന്നില്ലായിരുന്നു. അതിനാൽ സംഭവിച്ചത് ബ്ലാസ്റ്റേഴ്സ് കണ്ട ഏറ്റവും മികച്ച ഒരു തിരിച്ചുവരവായിരുന്നു. അതെ, ഇതൊരു തിരിച്ചുവരവിൻ്റെ കഥയാണ്. ഒരു ജനതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആസ്ലി വെസ്റ്റ്വുഡ്.